തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് പ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കുന്നത്. വൈകിട്ട് 6 മണിയോടെ പരസ്യ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം. കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾ നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ പിടിച്ചടക്കാനും നില മെച്ചപ്പെടുത്താനുമാണ് UDFന്റെയും BJPയുടെയും ശ്രമം. വിശദാംശങ്ങളുമായി റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിശേഷിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളുടെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ സജ്ജീകരണങ്ങൾ എത്രയായി? 6 മണിയോടുകൂടി എല്ലാം കൊട്ടിക്കയറി അവസാനിപ്പിക്കുമല്ലോ അല്ലേ? റോഷ്നി, കൊട്ടിക്കലാശത്തിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 3 മണിയോടുകൂടി ഇറങ്ങിത്തുടങ്ങും. വെയിൽ താഴ്ന്ന ഉടൻ തന്നെ, അതായത് 4 മണിയോടുകൂടി തന്നെ എല്ലാ വാർഡുകളിലും ശക്തമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകും. പലതരത്തിൽ അവസാന നിമിഷം വോട്ട് പിടിക്കാനുള്ള രീതിയാണ് നടക്കുന്നത്. ചിലർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വോട്ട് ചോദിക്കുകയാണ്. ഇവിടെ നമ്മളുള്ളത് മുട്ടട വാർഡിലാണ്. മുട്ടട വാർഡ് വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയ തോതിൽ ചർച്ചയായ ഒരു വാർഡാണ്. അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് അംഷു വാമദേവൻ. ഈ വാർഡിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യം തന്നെ ഈ വാർഡ് കേരളത്തിലുള്ള എല്ലാവർക്കും പരിചിതമായി. അതിന് പല കാരണങ്ങളുണ്ടാവാം. അത് എല്ലാവരും വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള വിവാദങ്ങളോ മറ്റ് കോലാഹലങ്ങളോ ഒന്നും വാർഡിനെ എന്തായാലും ബാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു 4 റൗണ്ട് സന്ദർശനം പൂർത്തിയാക്കുകയാണ്. ഇന്നലെ കൊണ്ട് 4 റൗണ്ട് പൂർത്തിയാക്കി. പക്ഷേ ആൾക്കാരുടെ ചർച്ച അത്തരം കാര്യങ്ങളിലൊന്നും ആൾക്കാർക്ക് ചർച്ചയില്ല. അവരെ ആവശ്യപ്പെടുന്നത്, അവരെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്ന ഒരു ജനപ്രതിനിധിയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 2000 ഈ വാർഡ് ഉണ്ടായത് മുതൽ ഇന്ന് വരെ LDFന്റെ കയ്യിലാണ്. കെ ചന്ദ്രിക ഇവിടെ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുമായിട്ടുണ്ട്. ഇത്തവണ അതിലൊരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവും? ഒരിക്കലുമില്ല. 2000 ശ്രീ വിനോദ് കുമാർ മാലിയും പിന്നീട് നഗരത്തിന്റെ മേയറായ കെ ചന്ദ്രികയും അഡ്വക്കേറ്റ് ആർ ഗീതാ ഗോപാലും പിന്നീട് നമ്മളെ ഇടക്കാലത്ത് വിട്ടുപിരിഞ്ഞ ശ്രീ TP റിനോയും പിന്നെ ഏറ്റവും ഒടുവിൽ അജിത് രവീന്ദ്രനും അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അവരുടെ വികസന പ്രവർത്തനം മാത്രമായിരിക്കില്ല. തൊട്ടപ്പുറത്തെ കേശവദാസപുരത്തെ സിറ്റിംഗ് കൗൺസിലറാണ് താങ്കൾ. അവിടെ താങ്കൾ എന്ത് ചെയ്തു എന്നതുകൂടി ഇവിടുത്തെ വോട്ടർമാർ നോക്കുന്നത്? തീർച്ചയായും ഞങ്ങളത് വോട്ടർമാർ നോക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്യുകയാണ്. ഏകദേശം 8.25 കോടി രൂപയുടെ വികസനം നടന്നൊരു വാർഡാണ് കേശവദാസപുരം വാർഡ്. വളരെ കാലം UDFന്റെ കയ്യിലിരുന്ന ഒരു വാർഡിനെ അന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയായിരുന്നു. എൻ്റെ കന്നി അംഗമായിരുന്നു. അന്ന് 381 ഭൂരിപക്ഷത്തിലാണ് അത് തിരിച്ചു പിടിക്കുന്നത്. അവിടെ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു ബ്രൗഷർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഞങ്ങൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ ഇടതുപക്ഷ പ്രതിനിധിക്കുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്, ആളുകൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. മറ്റൊരു കാര്യം, ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ്, ഈ അംശു എന്ന പേര് എങ്ങനെ? അംശു എന്ന് പറയുന്നത് ഒരു സംസ്കൃത നെയിമാണ്. നമ്മൾ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ജയകുമാർ സാറിൻ്റെ വരിയാണ്. അതിലകത്ത് അംശു എന്ന് പറഞ്ഞാൽ സൂര്യകിരണം, അത് അച്ഛനിട്ട പേരാണ്. ഈ സാധാരണഗതിയിൽ കൊട്ടിക്കലാശ ദിവസം മാസമായിട്ട് കുറേ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പ്രചാരണമാണ്. ഇതിപ്പം അംശു ഒറ്റയ്ക്ക് കയറി ആ തരത്തിൽ വോട്ട് പിടിക്കുകയാണ്? അല്ല, ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ മാസ്കോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വീടുകളിൽ വീണ്ടും ഒരുമിച്ച് എല്ലാവരുമായി ഒരുമിച്ച് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ആളുകളെ കാണുന്ന ഒരു തിരക്കിലാണ്. നേരത്തെ കാണാൻ വിട്ടുപോയ ആളുകളെ വീണ്ടും പോയി കാണുക. കുറച്ചുകൂടി വോട്ട് മറിക്കാൻ പറ്റുമല്ലോ? അല്ല, വോട്ട് മറിക്കുന്നതല്ല. ചിലർക്ക് പേഴ്സണലായി നമുക്ക് വീണ്ടും കണ്ടാൽ നമുക്ക് അവരുടെ ഒരു പേഴ്സണലായിട്ട് അവരുടെ ഒരു പൊളിറ്റിക്സ് അല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ നോക്കുന്നത്, വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ പ്രത്യേകമായി കാണുക എന്നുള്ളതും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. DYFയുടെ നേതാവിനെ KSUവിൻ്റെ നേതാവ് നേരിടുമ്പോൾ വലിയ മത്സരം മുട്ടട വാർഡിലുണ്ട്. ഈ വാർഡിൻ്റെ ചരിത്രം നോക്കിയാൽ LDFനെ മാത്രം വിജയിപ്പിച്ചിട്ടുള്ള വാർഡാണ്. പക്ഷേ ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുമുണ്ട്. എല്ലാ സ്ഥലത്തും പ്രചരണത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് അടുത്ത മണിക്കൂറുകൾ ഇറങ്ങിത്തുടങ്ങി. പല സ്ഥലത്തും വണ്ടികൾ, ചെണ്ടമേളകൾ, ബാൻഡുമേളങ്ങൾ, അർബന മുട്ടുകളൊക്കെ റെഡിയായിട്ടുണ്ട്. അടുത്തടുത്ത ബുള്ളറ്റുകളിൽ നമുക്ക് ആ വൈവിധ്യമായ കുട്ടിക്കലാശവുമായി വരികയും ചെയ്യാം. റോഷ്നി, ശരി. റഹീസ് റഷീദാണ് മുട്ടട വാർഡിലെ LDF സ്ഥാനാർത്ഥിക്കൊപ്പം ചേർന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രതികരണവും നമ്മൾ കണ്ടു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ.